ചാണ്ടി ഉമ്മൻ മാൻ ഓഫ് ദ മാച്ച് പറയാമോ? 50,000 ക്രോസ് ചെയ്തിരിക്കുന്നു ചാണ്ടി ഉമ്മൻ. കുറഞ്ഞ കാലം കൊണ്ട് ഇത്ര വലിയ ഭൂരിപക്ഷത്തിലേക്ക് അത് ഉയർത്താൻ കഴിഞ്ഞൊരു ജനപ്രതി എന്നത് കണ്ണൂരിന്റെ വെളിയിൽ 50K വോട്ട് നേടുന്ന ഭൂരിപക്ഷം നേടുന്ന ആദ്യത്തെ സ്ഥാനം. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഐഷ പോറ്റി മത്സരിക്കുമ്പോൾ ലഭിച്ച കൊട്ടാരക്കരയിൽ ലഭിച്ച 42,000-ൽ അധികം വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്നാണ് പെട്ടെന്ന് ഓർക്കുമ്പോൾ തോന്നുന്നത്. ഷിനോ ജസ്റ്റിയുണ്ട്. ഷിനോജി, ചാണ്ടി എന്ത് അത്ഭുതമാണ് അവിടെ കാട്ടിയത്. ഉമ്മൻചാണ്ടി ഒരു ഘട്ടത്തിൽ പോലും അവിടെ കുറച്ചൊന്ന് വിയർത്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോ ചാണ്ടി 50,000 ക്രോസ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ അത്ഭുതം കൂടിയാണ്, ഒരു പാഠം കൂടിയാണ് ചാണ്ടി ഉമ്മൻ. ശരിക്കും 13 റൗണ്ട് പൂർത്തിയായിരിക്കുന്നു. ചാണ്ടി ഉമ്മന്റെ ഭൂരിപക്ഷം 50,000 കടന്നിരിക്കുന്നു. ഉമ്മൻചാണ്ടിക്ക് പോലും കഴിയാതിരുന്ന ഭൂരിപക്ഷത്തിലേക്ക് റെക്കോർഡ് നേട്ടത്തിലേക്ക് ചാണ്ടി ഉമ്മൻ കടക്കുകയാണ്. ഇനി എണ്ണാനുള്ളത് 2 റൗണ്ട് മാത്രമാണ്. 14-15 റൗണ്ടുകൾ. അതിൽ ഏകദേശം 17 ബൂത്തുകൾ മാത്രമാണ് ഉള്ളത്. 14ാമത്തെ റൗണ്ടിൽ വാകത്താനം പഞ്ചായത്തിലെ 14 ബൂത്തുകൾ, 15ാം റൗണ്ടിൽ വാകത്താനം പഞ്ചായത്തിലെ തന്നെ 3 ബൂത്തുകൾ കൂടിയാണ് ഇനി എണ്ണാനുള്ളത്. എന്തായാലും ഫ്ലക്സും പോസ്റ്ററും ഒന്നും തന്നെ ചാണ്ടി ഉമ്മൻ ഇല്ലായിരുന്നു. പക്ഷേ EVM-ൽ ചാണ്ടി ഉമ്മൻ മാത്രമേ ഉള്ളൂ. ആകെ എണ്ണുന്ന വോട്ടിന്റെ 2/3 ഭാഗം വോട്ടും ചാണ്ടിക്കാണ്. അതായത് 75,000-ഓളം വോട്ട് നിലവിൽ ഇപ്പോൾ ചാണ്ടി നേടിക്കഴിഞ്ഞു. ആകെ എണ്ണുന്ന വോട്ടിന്റെ 2/3 വോട്ട് നേടിക്കൊണ്ടാണ് ചാണ്ടി ഉമ്മന്റെ പുതുപ്പള്ളിയിലെ തേരോട്ടം. അല്ല ഷിനോജി, ആരെങ്കിലും ട്രോൾ ചെയ്താണോ ഫ്ലെക്സും ബാനറും പോസ്റ്ററും ഒന്നും ഇല്ലാന്ന് പറഞ്ഞത്? ഒരുപാട് ഫ്ലെക്സ് നമ്മൾ കേരളത്തിൽ 100 മീറ്റർ കണ്ടതാണ്. ഫ്ലക്സും പോസ്റ്ററും ഇല്ലായിരുന്നു ചാണ്ടി. പക്ഷേ ചുവരെഴുത്തുണ്ടായിരുന്നു, പ്രചാരണ വാഹനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആ തരത്തിൽ പ്രചാരണം ഉണ്ടായിരുന്നു. മാത്രമല്ല അതിലേറ്റവും അപ്പുറത്ത് ഈ പുതുപ്പള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമമണ്ഡലമാണ്. രാവിലെ 1 കിലോമീറ്റർ ഇത്തരത്തിൽ സൈക്കിളിൽ കറങ്ങിയാൽ പോലും അവിടെയുള്ള മണ്ഡലത്തിലെ വോട്ടർമാരെയൊക്കെ തന്നെ നേരിട്ട് കണ്ട് അവരടുത്ത് വോട്ടുറപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു പുതിയ പ്രചാരണ രീതി ചാണ്ടി ഉമ്മൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വിജയം കണ്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം രാവിലെ 6 മണി മുതൽ 9 മണി വരെ സൈക്കിളുമായി ഇറങ്ങി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ചാണ്ടി ഉമ്മൻ വന്നാൽ, നിയമസഭയിലേക്ക് എത്തിയാൽ, ഒരു പുതുമുഖം എന്ന രീതിയിൽ മന്ത്രിസഭയിൽ ഉണ്ടാവോ? മന്ത്രിസഭയിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം മുസ്ലിം ഇതിനകത്ത് മറ്റു പല കാര്യങ്ങളും മുസ്ലിം ക്രിസ്ത്യൻ ഇതെല്ലാം പരിഗണിക്കുമ്പോൾ അനൂപ് ജേക്കബ് യാക്കോബായ വിഭാഗത്തിൽ നിന്ന് മന്ത്രിയാകും. UDF-ന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു ഘടകകക്ഷി നേതാവാണ്. അങ്ങനെ വരുമ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽ തന്നെ ഓർത്തഡോക്സ് വിഭാഗത്തിന് ഒരു പ്രാതിനിധ്യം കൊടുക്കാവുന്ന ഏറ്റവും ഒരു അർഹനായ, അല്ലെങ്കിൽ ഇങ്ങനെ വലിയ വിജയം നേടി വരുന്ന ഉമ്മൻചാണ്ടിയുടെ മകൻ ആ അഡ്രസ് ഒക്കെ കഴിഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നതിനപ്പുറത്തേക്കൊക്കെ ചാണ്ടി ഉമ്മൻ വളർന്നു കഴിഞ്ഞു. സ്വന്തം ലേബൽ 50,000 ക്രോസ് ചെയ്ത് പറഞ്ഞാൽ ചാണ്ടി ഉമ്മനാണ്. ഈ രീതിയിലുള്ള പരിഗണനകളെല്ലാം കൂടി വരുമ്പോൾ ചാണ്ടി ഉമ്മന് ഒരുപക്ഷെ മന്ത്രിസഭയിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്.